ഹായ് ഫ്രണ്ട്സ്, സൗബിൻ്റെ മച്ചാൻ്റെ മാലാക ഒരു സിനിമ കണ്ടിട്ട് ഈ സിനിമ ഇവർ എന്തിനെടുത്തു എന്ന് നമുക്ക് തോന്നിയില്ല. നമ്മളിത് എന്തിന് കണ്ടു എന്ന് കുറ്റബോധം തോന്നിയ ഒരു സിനിമ. അങ്ങനെ ഒരു സാധനമാണ് മച്ചാൻ്റെ മാലാകയായിട്ട് തോന്നിയത്. പുരുഷന്മാർക്ക് വേണ്ടി എടുത്ത സിനിമ, ഓൾ കേരള മെൻസ് അസോസിയേഷന് വേണ്ടി എടുത്ത സിനിമ. അപ്പോൾ കഥ നടക്കുന്നത് ഈ യൂണിവേഴ്സിലൊന്നും അല്ല. അവരെ സ്ഥലമൊന്നും പറയുന്നില്ല. ഇടയ്ക്ക് കോട്ടയം ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഏതോ പ്രൊഡ്യൂസറെ 13 Pro ഫോണിൽ എന്തോ എടുത്ത ഒരു ക്വാളിറ്റിയിൽ വൈഡ് ഷോട്ടൊക്കെ ഇടയ്ക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ളത് ഒരു KSRTC ബസ്, പിന്നെ ഒരു പാടവും വീടും, പിന്നെ ഒരു പോത്തുംകുട്ടി, പിന്നെ നായകൻ്റെ ഒരു കാറ്, അത്രയൊക്കെ ഉള്ളു സാധനം. അവിടെ ഇത്രയും ലൊക്കേഷനിൽ വെച്ചിട്ട് ഈ 2-2.5 മണിക്കൂർ ഒരു മനുഷ്യനെ തിയേറ്ററിനകത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ അല്ല, നമ്മൾ ശരിക്കും സിനിമ 2.3 മണിക്കൂറൊക്കെ ഉണ്ട്. ആക്ച്വലി 2 മണിക്കൂറേ ഉള്ളൂ. എന്നുവെച്ചാൽ കുറേ സമയം വാച്ചിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതല്ലേ ഡബിങ്ങിന്റെ കാര്യം പറയണേ. കോമഡി എന്താണെന്ന് വെച്ചാലേ, ഇവർ ഈ സിനിമ എന്തായാലും കയ്യിൽ നിന്ന് പോയിന്ന് അവർക്ക് മനസ്സിലായി. അപ്പം സൗബിൻ മറ്റേ ദിലീപൊക്കെ ചെയ്യുന്ന പോലെ സൗബിൻ ഡബിങ്ങിന്റെ കയ്യിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ഒക്കെ ഇടുന്നുണ്ട്. ക്യാരക്ടർ മിണ്ടാതൊക്കെ ഇരിക്കുകയാണ്. എന്താ കോമഡിയൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇടുകയാണ്. അതൊക്കെ ഇത് കണ്ടപ്പം തോന്നുന്നു മറ്റേ കറക്റ്റ് സീരിയല് എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, മേക്കിംഗ് ആണെങ്കിലും കഥയാണെങ്കിലും ഇപ്പോഴത്തുള്ള ഇൻസ്റ്റയിലും മറ്റേ യൂട്യൂബിലൊക്കെ ഷോർട്സ് ചെയ്യുന്ന പിള്ളേർ പോലും ഇതിലും നല്ലതായിട്ട് മറ്റേ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും കണ്ടന്റ് ക്വാളിറ്റിയിലും സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. സിമ്പിൾ പ്ലോട്ട് ആണ്, അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ. 2 മണിക്കൂർ 7 മിനിറ്റ് ആണ് സിനിമ. പക്ഷെ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു 3 മണിക്കൂർ സിനിമ കണ്ട ഒരു ഫീലാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഡയറക്ടറിന്റെ ഒരു സ്വപ്നം സിനിമ എന്ന സ്വപ്നം അയാൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതിന് ബലിയാടായിരിക്കുന്നത് ഇന്ന് ഫസ്റ്റ് ഷോ ഒന്നും അറിയാതെ കയറിയ ഞങ്ങളാണ്. അപ്പോൾ എന്തായാലും കുറേ പച്ചപ്പുണ്ട്. എന്തിനൊക്കെയോ വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ എന്നും പറഞ്ഞ് അഭിനയിച്ച കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ബന്ധമില്ലാതെ ഡബ് ചെയ്ത് റെഡിയാക്കാൻ ശ്രമിച്ച കുറേ പേരുണ്ട്. പിന്നെ ഇതീ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ആക്ച്വലി കാലഘട്ടത്തിൽ ഇറക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് സ്ത്രീകളെ നിയമം കൊടുത്തത് മിസ്യൂസ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഇവരെന്താ 2 സ്ത്രീകളെയും ഒരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ കാണിച്ചിരിക്കുന്നത്. കഥയെല്ലാം പറഞ്ഞ് ഓരോ സിറ്റുവേഷൻ പറഞ്ഞ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലും ഓർത്തിരിക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി തിയേറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ ഇരുന്ന് എങ്ങനെയൊക്കെ തീർന്നു. അപ്പോൾ എന്തായാലും ഇത് OTT വരുമ്പോൾ എല്ലാവർക്കും ഒരു വിരുന്നായിരിക്കും. അപ്പോൾ ജാക്ക് ആൻഡ് ജില്ലിന് ശേഷം സൗബിക ബാക്ക് ടു ട്രാക്ക്, മലയാള സിനിമ ബാക്ക് ടു ട്രാക്ക്. പക്ഷേ ഇത് നമ്മൾ ഈ വർഷം ഇറങ്ങിയ സിനിമയായിട്ട് കൂട്ടരുത്. ഇത് 2020 എന്തോ ഷൂട്ട് ചെയ്ത് വെച്ച് പഴകി അവസാനം എന്തോ ഗതികേട് കൊണ്ട് ഏതോ തിയേറ്ററുകാർ ഇവിടെ സ്ഥലമുണ്ട്, കുറച്ച് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലെ മതകഥ രാജ ഇറങ്ങി ഹിറ്റ് ആയതുകൊണ്ട് അവർ അതേ വേണ്ടി നോക്കിയതാണ്. പക്ഷെ ഒത്തില്ല.